പറയാനുള്ളത്. ഈ റിയാസ് എന്ന് പറയുന്നത് കേരളം കണ്ട യുവ നേതാക്കളെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഇവിടുത്തെ വളരെ ചെറിയ പ്രായത്തിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആള്, അദ്ദേഹം 3 തവണ MLA ആയ ശേഷമാണ്, എല്ലാവരും വളരെ സീനിയറായ ശേഷമാണ് സാധാരണ അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടുക, അതും ചെറിയൊരു മന്ത്രിസ്ഥാനം. പക്ഷെ റിയാസ് ആദ്യ തവണ MLA ആയപ്പം തന്നെ അദ്ദേഹത്തിന് തലയിൽ പൊങ്ങാത്ത 2 വകുപ്പ്, ഒന്ന് PWD, ടൂറിസം, രണ്ടും മരുമകന് നല്ലോണം കക്കാൻ പറ്റിയ വകുപ്പായിരുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇത് അദ്ദേഹത്തിന് നൽകിയത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു രൂപം എന്ന് പറയുന്നത് ഊരാളങ്കൽ സൊസൈറ്റി വഴിയാണ്. കാരണം സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു കരാർ പ്രവൃത്തി എങ്ങനെയാണ് നടക്കുമെന്നറിയോ? അതായത് PWD എസ്റ്റിമേറ്റ് ഉണ്ടാക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു കരാറുകാരനാണ് പ്രവൃത്തി നടത്തുക. പക്ഷെ ഇവിടെ സൊസൈറ്റിയുടെ മറവിൽ ഊരാളങ്കൽ ഉണ്ടാക്കുന്ന എസ്റ്റിമേറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ പദ്ധതികളും, അതിന് അവരുടെ ഫണ്ട് എല്ലാം നിർണ്ണയിക്കുന്നവരാണ്. എന്നിട്ട് അവർക്ക് അംഗീകാരം കൊടുക്കും. അപ്പൊ സാധാരണ കരാറുകാരിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ കമ്മീഷൻ ഊരാളങ്കൽ വഴി ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ യുവ നേതാവാണ് മുഹമ്മദ് റിയാസ്. റിയാസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. റിയാസ് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളെ അല്ല, തൻ്റെ ബിനാമികളെയാണ്, തൻ്റെ കള്ളപ്പണം സൂക്ഷിക്കുന്ന ബിനാമികളെയാണ് ED ചോദ്യം ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ, കേരളത്തിലെ പലപ്പോഴും EDനെ കുറിച്ച് ആദ്യകാലത്തിലൊക്കെ ചർച്ച നടന്നത് ED രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് സണ്ണി ജോസഫ് പറഞ്ഞത്, VD സതീശൻ പറയുന്നത്, ഈ പൊതുവെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന ഡിബേറ്റുകളെല്ലാം നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് EDയെ പ്രശംസിക്കുന്ന നിലയിലാണ്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഈ കുടുംബം നടത്തിയിട്ടുള്ളത്, പിണറായി വിജയന്റെ കുടുംബം നടത്തിയിട്ടുള്ളത്. അതിനെതിരായിട്ട് ഇവർ നല്ല ശിക്ഷ അനുഭവിക്കും. അതാണ് കേരളം ആഗ്രഹിക്കുന്നത്. നമസ്കാരം. AP അബ്ദുള്ള കുട്ടി കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് BJPക്ക് കിട്ടിയ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് AP അബ്ദുള്ള കുട്ടി എന്ന് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഒരു ഉപകാരമൊന്നും ഇല്ലെങ്കിലും എല്ലാ പ്രാവശ്യത്തെയും പോലെ കറിയിലെ വേപ്പിലെ പോലെ എപ്പോഴും എടുത്തു വലിച്ചെറിയുന്ന BJPക്കാർ യൂസ് ചെയ്യുന്നു, അതിനുശേഷം വലിച്ചെറിയുന്ന ഒരു നേതാവാണ് AP അബ്ദുള്ള കുട്ടി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് അത്ര വ്യക്തമല്ല. BJPക്കാരനാണെന്ന് ചോദിച്ചാലാണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. ഇത്തരത്തിലുള്ള ഒരു നേതാവാണ് AP അബ്ദുള്ള കുട്ടി. എന്തായിക്കോട്ടെ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം മുഹമ്മദ് റിയാസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർക്ക് മന്ത്രി മുഹമ്മദ് റിയാസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ് അദ്ദേഹം. ഇത്തരത്തിൽ വലിയ തരത്തിൽ പ്രക്ഷോഭിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെതിരെ അതിരൂക്ഷമായ വിമർശനം പറഞ്ഞുകൊണ്ടൊക്കെ അദ്ദേഹം രംഗത്തെത്തിയത്. അദ്ദേഹം പാർട്ടി പ്രതിരോധിക്കുമെന്ന് റിയാസ് തന്നെ പറഞ്ഞിരുന്നു. കാരണം റിയാസിനെതിരെ പലതരത്തിലുള്ള കേസുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ED കേസുകൾ വരുന്നു, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട്, എക്സാലോജിക്കിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് എല്ലാം കറങ്ങിത്തിരിഞ്ഞ് പിണറായി വിജയനിൽ നിന്നും വീണ വിജയനിൽ നിന്നും എല്ലാം കറങ്ങിത്തിരിഞ്ഞ് അവസാനം എത്തിച്ചേരുന്നത് റിയാസിലോട്ടാണ് എന്നുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പം ഇതിനെതിരെ റിയാസ് പറയുന്നത് പ്രതിരോധിക്കും, പാർട്ടി ഇതിനെതിരെ പ്രതിരോധിക്കും എന്നുള്ളത്. റിയാസിനെ മാത്രമല്ല, റിയാസിൻ്റെ ഉറ്റ മിത്രങ്ങൾ അല്ലെങ്കിൽ റിയാസിൻ്റെ സുഹൃത്തുക്കളെ വരെ ED ചോദ്യം ചെയ്യുന്നതിലോട്ട് കാര്യങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് പോകുമ്പോഴാണ് റിയാസ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്, പാർട്ടി ഇതിനെ പ്രതിരോധിക്കുമെന്ന് പറയുന്നു. അപ്പം റിയാസിനെ പേറിയാൽ പേറിയവരും നാറും എന്നാണ് ഇതിന് മറുപടിയായി, അല്ലെങ്കിൽ റിയാസിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ്. അതായത് നമ്മൾ അബ്ദുള്ള കുട്ടി പറഞ്ഞത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇതുകൂടാതെ തന്നെ റിയാസിനെ അതിരൂക്ഷമായി അദ്ദേഹം പലതരത്തിൽ വിമർശിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, കേരളം കണ്ട യുവ നേതാക്കളിൽ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് മുഹമ്മദ് റിയാസ് എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. കേരളം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് യുവ രാഷ്ട്രീയക്കാരെയും ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് അർത്ഥശങ്കകൾക്ക് ഇടയില്ലാണ്ട് പറയാൻ പറ്റുന്ന നേതാവാണ് മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, രാധാകൃഷ്ണനെ പോലുള്ള മുതിർന്ന നേതാക്കൾ വളരെ വൈകി മാത്രമാണ് മന്ത്രിസ്ഥാനങ്ങളിൽ എത്തിയത്. പക്ഷേ റിയാസിന് ആദ്യ തവണ തന്നെ MLA ആയപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, PWD അതുപോലെ തന്നെ ടൂറിസം, പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ, അതും കൈയിട്ട് വാരാൻ പറ്റിയ, അഴിമതി ചെയ്യാൻ പറ്റിയ വലിയ 2 വകുപ്പുകളാണ് ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ മരുമകന് നൽകിയതെന്നുള്ളതും. ആഭ്യന്തരവും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയും പിണറായി വിജയൻ ഏറ്റെടുക്കുന്നു, അതിൽ നിന്നും മുക്കുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ PWDയും ടൂറിസവും മരുമകനെ വിൽക്കുന്നു, മരുമകനും അതുപോലെ തന്നെ മോശനും പാടെ കൂടിയിട്ടാണ് മുക്കുന്നത് എന്നുള്ളതിനൊക്കെയാണ് അദ്ദേഹം അതിരൂക്ഷമായി പറയുന്നത്. മാത്രമല്ല, ഇതോടൊപ്പം തന്നെ അഴിമതി നടത്താൻ ഏറ്റവും അനുയോജ്യമായ വകുപ്പുകൾ
ഇതാണെന്നുള്ളതും അത് അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള വകുപ്പുകളെല്ലാം മുഹമ്മദ് റിയാസിന് കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം റിയാസിൻ്റെ വിഷയം ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ ആദ്യം തന്നെ നടന്നിരുന്നു. കാരണം ഷംസീറിനാണ് ഇത്തരത്തിൽ PWDയും അതുപോലെ തന്നെ ടൂറിസം വകുപ്പെല്ലാം കൊടുക്കുന്ന എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരും വിചാരിക്കാത്ത രീതിയിലായിരുന്നു മുഹമ്മദ് റിയാസിലോട്ട് കാര്യങ്ങൾ പോയത്. അദ്ദേഹം പാർട്ടി പ്രവർത്തകനല്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം കൃത്യമായി CPM പ്രവർത്തിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തെക്കാൾ യോഗ്യതയുള്ള പല നേതാക്കന്മാർ, ഷംസീർ അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ റിയാസിനെ പിണറായി വിജയൻ കൊണ്ടുവരുന്നത്. മാത്രമല്ല, ഇത് കൂടാണ്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരാളെങ്കിൽ സൊസൈറ്റിയുടെ മറവിലാണ് ഏറ്റവും വലിയ അഴിമതി പിണറായി വിജയനും അതുപോലെ തന്നെ മരുമകനും അതായത് മുഹമ്മദ് റിയാസും നടത്തുന്നത് എന്നുള്ളതാണ്. ഇതുകൂടാണ്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, സാധാരണയായി PWD എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കരാറുകാരെ ഏൽപ്പിക്കുമ്പോൾ തന്നെ അവിടെ ഒരാളെങ്കിൽ സൊസൈറ്റി തന്നെയാണ് പ്രധാന പദ്ധതിയെല്ലാം ഏറ്റെടുക്കുന്നത് എന്നുള്ളതും അതിൻ്റെ എസ്റ്റിമേറ്റും ഫണ്ടും തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാം ഒരാളെങ്കിലാണ് എടുക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരാളെങ്കിൽ കിട്ടുന്ന കമ്മീഷനാണ് റിയാസിന് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളുകൾ ഏറ്റെടുക്കുന്നതിൻ്റെ നല്ലൊരു ശതമാനം കമ്മീഷൻ റിയാസിന് കൊടുക്കാറുണ്ട് എന്നുള്ള തരത്തിലെല്ലാം അബ്ദുള്ളക്കുട്ടി മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ED ചോദ്യം ചെയ്തത് റിയാസിൻ്റെ സുഹൃത്തുക്കളെയും എത്തിച്ചിരുന്നു. അത് റിയാസിൻ്റെ കള്ളപ്പണം സൂക്ഷിക്കുന്ന ബിനാമികളാണ് അവരെന്നും അതുകൊണ്ടാണ് അവരെ ചോദ്യം ചെയ്യുന്നത് എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം അതിരൂക്ഷമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുകൂടാതെ തന്നെ തുടക്കത്തിൽ EDയുടെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPM രംഗത്ത് വന്നായിരുന്നു. ഇതൊന്നും ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമല്ല എന്നുള്ളതും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിലവിലെ ഭരണപക്ഷമായ UDF ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM-നെതിരൊന്നും പറയാത്തത്? അല്ലെങ്കിൽ സാധാരണ എപ്പോഴും പറയാറുള്ളത് ഈ ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ നടപടി അല്ലെങ്കിൽ രാഷ്ട്രീയ പകപൊക്കലാണ് നടത്തുന്നത് എന്നാണ് പറയാറുള്ളത്. പക്ഷേ അത് എന്തുകൊണ്ടാണ് UDF പറയാത്തത്? അതിനർത്ഥം ഇത് രാഷ്ട്രീയ പകപൊക്കലല്ല, റിയാസിനെതിരെയുള്ള ഒരു അന്വേഷണം മാത്രമാണ്, യഥാർത്ഥ സത്യസന്ധമായ അന്വേഷണം മാത്രമാണ് എന്നുള്ള രീതിയിലെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജാർഖണ്ഡിൽ JMM ജാർഖണ്ഡ് മുക്തി മോർച്ചയിലെ ഹേമന്ത് സോറനെ അടക്കം, ഡൽഹിയിലെ ആം ആദ്മിയുടെ കേജ്രിവാളിനെ അടക്കം ഇത്തരത്തിൽ പല രാഷ്ട്രീയ പ്രതിപക്ഷ നേതാക്കളെയും വേട്ടയാടുന്ന ഒരു വിഭാഗം തന്നെയാണ് ED. അത് എക്കാലത്തും EDക്ക് സുപ്രീം കോടതിയിൽ നിന്ന് വരെ വലിയ തരത്തിലുള്ള വിമർശനം ED പലപ്പോഴും എടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സംശയത്തിന് നേരിൽ നിന്ന ഒരു അന്വേഷണ കമ്മീഷനാണ് ED എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇതുകൂടാതെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, മുൻ മുഖ്യമന്ത്രി അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ കുടുംബം കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് നടത്തിയതെന്നും അതുപോലെ തന്നെ അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവർക്കെതിരെയുള്ള ശിക്ഷ കൊടുക്കും എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും അബ്ദുള്ളക്കുട്ടി റിയാസിനെതിരെ അതിരൂക്ഷമായി വിമർശിക്കുമ്പം അത് ഏതൊക്കെ തരത്തിലായിരിക്കും ചർച്ചാ വിഷയം പോകുന്നതെന്നറിയില്ല. അതല്ല, ഇനി അബ്ദുള്ളക്കുട്ടിയുടെ വിലക്ക് അത്രയുള്ളൂ റിയാസും അല്ലെങ്കിൽ ഇടതുപക്ഷവും വില കൽപ്പിക്കുന്നുള്ളൂ എന്നുള്ള സാധനമാണ്. കാരണം അദ്ദേഹത്തെ അത്തരത്തിൽ ആരും വലിയ കാര്യമാക്കി എടുക്കാറില്ല. വലിയ തരത്തിലുള്ള വിടുവാഴ്ത്ത മാത്രം പറയുന്ന നേതാവായിട്ടാണ് പലപ്പോഴും പല നേതാക്കന്മാരും, ഈവൻ BJP-ക്കാർ പോലും കാണാറുള്ളത്. ഒരു ഇടുക്കാച്ചരക്കായിട്ട് വരെ അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്നിരുന്നാൽ പോലും ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായി എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഇതിന് മറുപടിയുമായി ഇടതുപക്ഷം അല്ലെങ്കിൽ DYFI അല്ലെങ്കിൽ CPI അല്ലെങ്കിൽ SFI രംഗത്ത് വന്നിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇതിന് മറുപടിയായി ഇനി വീണ്ടും അബ്ദുള്ളക്കുട്ടി വരുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം രാഷ്ട്രീയത്തിൽ വളരെ ആകാംക്ഷയുള്ള ഒന്ന് തന്നെ. എന്തായാലും വരും ദിവസം കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഇനി ഇതിനുള്ള മറുപടി എന്നുള്ളത്.